ഭാര്യ വീട്ടിൽ താമസിക്കുന്ന പാവം മരുമകൻ എങ്ങനെയാണ് 50 കോടിയുടെ ഡയമണ്ട് ഭാര്യയ്ക്ക് സമ്മാനിച്ചത്? അതിശയിക്കണ്ട. കാണാൻ സാധാരണക്കാരനെന്ന് തോന്നുന്ന ഈ ചെറുപ്പക്കാരൻ വലിയ വലിയ ബിസിനസ്സുകാരെയും മാഫിയ ഡോണുകളെയും വരെ തന്റെ ചെരുപ്പ് പോളിഷ് ചെയ്യിപ്പിക്കാൻ കഴിവുള്ളവനാണ്. 7 സ്റ്റാർ ഹോട്ടലിൽ കയറി ലക്ഷങ്ങളുടെ ബില്ലുണ്ടാക്കി 1 രൂപ പോലും കൊടുക്കാതെ ഇറങ്ങിപ്പോകാനും ഇവന് കഴിയും. പക്ഷേ അതേ ആളാണ് 20 രൂപയുടെ നാരങ്ങാ വെള്ളം പോലും കടം പറഞ്ഞു കുടിക്കുന്നത്. എങ്ങോട്ടാ പോകുന്നത്? ഞാൻ അഭിമന്യു. ഈ ബർത്ത്ഡേ പാർട്ടിയിലേക്ക് എനിക്കും ക്ഷണമുണ്ട്. ഞാനും ഒരു ഗസ്റ്റാണ്. എനിക്ക് കണ്ണു കാണില്ലേ? ഇത് വലിയ വലിയ VIP ആളുകൾക്കുള്ള പാർട്ടി. ക്ഷണമുണ്ട്. ഓടാ പോ, സ്ഥലം വിട്. ഇവനെ ഒന്ന് നോക്കിക്കേ. മിസ്റ്റർ വർമ്മയുടെ ബർത്ത്ഡേ പാർട്ടിയിലേക്ക് ഇവനും ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. വാ പല്ലവി ബേബി, നമുക്ക് പോകാം. ബേബി, പല്ലവി, ഈ തെരുവ് ഭിക്ഷക്കാരനെ നിനക്കറിയോ? ഇല്ല, നോട്ട് അറ്റ് ഓൾ. ആരാ നീ? ഈ ഭിക്ഷക്കാരൻ ഏതാ? ഇവൻ ഇവിടെ എന്താ ചെയ്യുന്നത്? Who the hell are you? പല്ലവിയുടെ ആ വാക്കുകൾ കേട്ടതും അഭിമന്യു ആകെ തകർന്നു. പല്ലവി അവനെ ഇങ്ങനെ അപമാനിക്കുന്നത് ഇതാദ്യമായിരുന്നില്ല. പല്ലവി, നീ കുറച്ച് ഓവറായി കുടിച്ചെന്ന് തോന്നുന്നു. സീംസ് യു ആർ ഹൈ. വാ, വീട്ടിലേക്ക് പോ. ലൂസർ, ഇറങ്ങി പോടാ ഇവിടുന്ന്. സെക്യൂരിറ്റി, ഈ ചവറിനെ പിടിച്ചൊന്ന് പുറത്തേക്കെറി. അപ്പോഴാണ് ബർത്ത്ഡേ ബോയ് വർമ്മ അവിടേക്ക് എത്തിയത്. എല്ലാവരും അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ പറയാൻ ഓടിക്കൂടി. അഭിമന്യു. പക്ഷേ അഭിമന്യുവിനെ കണ്ട നിമിഷം തന്നെ വർമ്മ ഞെട്ടിപ്പോയി. ആ കാഴ്ച കണ്ടു നിന്നിരുന്ന എല്ലാവരും പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. മിസ്റ്റർ അഭിമന്യു സർ, എൻ്റെ ഈ ചെറിയ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ വന്നതിൽ ഒരുപാട് നന്ദി സർ. ദയവായി അകത്തേക്ക് വരൂ സർ, പ്ലീസ് സർ. പക്ഷേ അഭിമന്യു ഒന്നും മിണ്ടിയില്ല. നിശബ്ദമായി തിരിഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് നടന്നു. പുറത്തുനിന്ന് പല്ലവിയെ കാത്തുനിന്നു. പാർട്ടി കഴിഞ്ഞപ്പോൾ നല്ല മദ്യലഹരിയിൽ പല്ലവി പുറത്തേക്ക് വന്നു. ഓ അഭിമന്യു, വാ ഈ വഴിക്ക്. എന്റെ ഭാര്യയാണ്. വാ. അപ്പോ നീ വന്നല്ലേ? ആ, ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം. ശരി, പതുക്കെ പതുക്കെ. വാ, വീട്ടിലേക്ക് പോവാം. ആ, എങ്ങനെയൊക്കെയോ അഭിമന്യു പല്ലവിയെ അവളുടെ വീട്ടിലെത്തിച്ചു. അവർ വീട്ടിലെത്തിയതും പല്ലവിയുടെ കസിൻ ജീവൻ അവരുടെ മുന്നിലെത്തി. ആഹാ, ആളെത്തിയല്ലോ. ഭാര്യയുടെ ചെലവിൽ ജീവിക്കുന്ന വിലയില്ലാത്ത ഭാര്യ വീട്ടിലെ വേലക്കാരൻ മരുമകൻ. ഇങ്ങനെ ഒരു ഭാഗ്യം എല്ലാവർക്കും കിട്ടാറില്ല. ഭാര്യ ബാക്കി വെക്കുന്നത് കഴിച്ച് ജീവിക്കുന്ന ഭാര്യ വീട്ടിലെ മരുമകൻ. നിനക്കൊന്നും നാണമില്ലേ? പോയി ചത്തൂടെ. അഭിമന്യു ഒന്നും മിണ്ടിയില്ല. അപ്പോഴാണ് പല്ലവിയുടെ കസിൻ ദിവ്യ സംസാരിച്ചത്. ഓ വിട് ജീവൻ, സ്വാഭിമാനം എന്നൊന്നുമില്ലാത്ത ഒരാളോട് സംസാരിച്ച് സമയം കളയുന്നതിൽ എന്താ കാര്യം? ഈ ഭിക്ഷക്കാരനിൽ പല്ലവി എന്താ കണ്ടതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ എന്നെ ഇവൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയേനെ. ഇങ്ങനെയുള്ള അപമാനങ്ങൾ അഭിമന്യു എല്ലാ ദിവസവും ഭാര്യ വീട്ടിൽ കേൾക്കുന്നതായിരുന്നു. അതൊക്കെ കേട്ട് അവന് ശീലമായിരുന്നു. ചിലപ്പോൾ അളിയൻ, ചിലപ്പോൾ നാത്തൂൻ. സ്വന്തം ഭാര്യയായ പല്ലവി പോലും അവനെ അപമാനിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാറില്ലായിരുന്നു.
എന്നിട്ടും അഭിമന്യു അവരോടെല്ലാം ക്ഷമിച്ചു. കാരണം പല്ലവിയെ അവൻ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. ഇതാണ് നിന്റെ യഥാർത്ഥ വില. ഇപ്പോഴല്ല, പ്ലീസ്. ഞാൻ ആരാണെന്ന് ഇവരൊക്കെ അറിയുന്ന ഒരു ദിവസം വരും. അന്ന് അഭിമന്യു ഇത്രയും അപമാനങ്ങൾ സഹിച്ച് ജീവിക്കുന്നതിന് ഒരു കാരണമുണ്ടായിരുന്നു. അവന്റെ യഥാർത്ഥ വ്യക്തിത്വം എന്താണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. മാത്രമല്ല, എന്തോ ഒരു കാരണത്താൽ ആ സത്യം ആരും അറിയരുതെന്നായിരുന്നു അഭിമന്യുവിന്റെയും ആഗ്രഹം. എത്ര അപമാനങ്ങൾ സഹിക്കേണ്ടി വന്നാലും പല്ലവിയോടുള്ള സ്നേഹം കൊണ്ടാണ് അവനെല്ലാം മിണ്ടാതെ സഹിച്ചത്. പക്ഷേ അവനെ അപമാനിച്ചിരുന്നത് വേലക്കാരോ അളിയനോ നാത്തൂനോ മാത്രമായിരുന്നില്ല. അമ്മായിയമ്മ പോലും അവനെ പുച്ഛത്തോടെയായിരുന്നു കണ്ടിരുന്നത്. സത്യത്തിൽ പല്ലവി എത്രയും പെട്ടെന്ന് അഭിമന്യുവിനെ ഡിവോഴ്സ് ചെയ്യണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. ഇതിലൊക്കെ ഒപ്പിട്ട് റെഡിയാക്കി വെക്ക്. നമ്മളിപ്പോ കുറച്ച് പ്രധാനപ്പെട്ട ആളുകളെ കാണാൻ അകത്തേക്ക് പോവാണ്. എന്ത് സംഭവിച്ചാലും നീ എന്റെ ഭർത്താവാണെന്ന് ആരോടും പറയരുത്. ആരെങ്കിലും നീ ആരാണെന്ന് ചോദിച്ചാ നീ എന്റെ സെർവന്റ് ആണെന്ന് മാത്രം പറഞ്ഞാ മതി. മനസ്സിലായോ? പക്ഷേ പല്ലവി. എന്താ പക്ഷേ പല്ലവി എന്ന്? അകത്തുള്ള ആളുകൾ എത്ര വലിയ സ്വാധീനമുള്ളവരാണെന്ന് നിനക്കറിയോ? വലിയ വലിയ പണക്കാരും ശക്തരുമാണ് അവര്. നിന്നെപ്പോലൊരു കഴിവില്ലാത്ത വിലയില്ലാത്ത ആളാണ് എന്റെ ഭർത്താവെന്ന് അവരറിഞ്ഞ അവരുടെ മുന്നിൽ എനിക്കുള്ള വില പോകും. ഞാൻ ആകെ നാണം കെട്ടുപോകും. അതുകൊണ്ട് പ്ലീസ് ഞാൻ പറയുന്നത് പോലെ മാത്രം ചെയ്താ മതി. ശരി പല്ലവി. പല്ലവി തന്റെ പാവം ഭർത്താവിനെ ഇങ്ങനെ അപമാനിക്കുന്നത് ഇതാദ്യമായിരുന്നില്ല. പല്ലവിയും അവരുടെ കുടുംബവും അഭിമന്യുവിനെ ഒരു തെരുവ് നായയേക്കാൾ വിലയില്ലാത്തവനായിട്ടാണ് കണ്ടിരുന്നത്. എന്നിട്ടും അഭിമന്യു അവരുടെ ഒരു വാക്കും മനസ്സിൽ വെച്ചില്ല. കാരണം അവൻ പല്ലവിയെ യാതൊരു നിബന്ധനകളുമില്ലാതെ സ്നേഹിച്ചിരുന്നു. ഇതാണ് നിനക്കുള്ള അവസാനത്തെ മുന്നറിയിപ്പ്. ഇന്നൊരു പ്രശ്നം ഉണ്ടാക്കരുത്. പല്ലവിയും കാവ്യയും അകത്തേക്ക് നടന്നു. അവരുടെ ബാഗുകളെല്ലാം എടുത്ത് ഒരു വേലക്കാരനെ പോലെ അഭിമന്യു അവരുടെ പിന്നാലെ നടന്നു. അകത്ത് ദേവ് മേനോൻ, പ്രകാശ് രാജ്, സുഷിൻ വർമ്മ എന്നിവർ നേരത്തെ തന്നെ കാത്തിരിക്കുകയായിരുന്നു. അവർ യഥാർത്ഥത്തിൽ കാവ്യയുടെ സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ പല്ലവിയെ കണ്ട നിമിഷം തന്നെ അവളുടെ സൗന്ദര്യത്തിൽ അവർ മയങ്ങിപ്പോയി. ഈ സുന്ദരിയായ റോസാപ്പൂ ആരാണ്? ഓ, ഇവളോ? എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് പല്ലവി. ഹായ് പല്ലവി. അഭിമന്യുവിന്റെ പഴകിയ വസ്ത്രങ്ങളും കീറിയ ചെരുപ്പും കണ്ട പ്രകാശ് രാജ് ചോദിച്ചു. ഇത്ര സുന്ദരിയായ ഒരു റോസാപ്പൂവിന്റെ അടുത്ത് നിൽക്കുന്ന ഈ മുള്ളാരാണ്? എന്റെ പേര് അഭിമന്യു. ഓ, ഇപ്പോഴാണ് ഓർമ്മ വന്നത്. പല്ലവി രവിചന്ദ്രൻ. അപ്പോ രവിചന്ദ്രൻ തന്റെ മകളെ വിവാഹം കഴിപ്പിച്ച ആ കഴിവില്ലാത്ത അഭിമന്യു നീയാണല്ലേ? അല്ലേ പല്ലവി? ഈ പാവപ്പെട്ട രൂപത്തിലുള്ള ആളാണ് പല്ലവിയുടെ ഭർത്താവെന്ന് ദേവ് മേനോനും പ്രകാശ് രാജിനും മനസ്സിലായ നിമിഷം തന്നെ പല്ലവിയോട് ലൈൻ അടിക്കാമെന്ന അവരുടെ എല്ലാ പ്രതീക്ഷകളും തകർന്നുപോയി. അവർ 3 പേരും ഉടനെ അഭിമന്യുവിന്റെ ദാരിദ്ര്യത്തെ കളിയാക്കാൻ തുടങ്ങി. അഭിമന്യു ബായ്, നീ ഒരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കൗതുകത്തിന് ചോദിക്കാ, മാസം എത്ര ശമ്പളം കിട്ടും? അത് തീർത്തും അതിര് കടന്ന ചോദ്യമായിരുന്നു. ആദ്യമായി കാണുന്ന ഒരാളോട് ഇങ്ങനെ വ്യക്തിപരമായ കാര്യം ചോദിക്കുന്നത് തീർത്തും മോശം പെരുമാറ്റമായിരുന്നു. ഞാൻ മാസം ഏകദേശം 12,000 സമ്പാദിക്കും. ഇടയ്ക്കൊക്കെ ബോണസ് കിട്ടിയ അത് ഏകദേശം 15,000 വരെ എത്തും. 15,000? വെറും 15,000 ആണോ നിന്റെ ശമ്പളം? 15,000 മോശമല്ല. എന്റെ ജ്വല്ലറിയിലെ അക്കൗണ്ടന്റിന് കിട്ടുന്ന ശമ്പളത്തിന്റെ പകുതി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നത്തെ കാലത്ത് അതും വലിയ കാര്യമാണല്ലോ, അല്ലേ? പ്രകാശ് രാജ്, എന്താ നിന്റെ കടയിൽ എപ്പോഴെങ്കിലും ആളെ എടുക്കേണ്ടി വന്നാ
നമ്മുടെ അഭിമന്യു ഭായിനെ ഒന്ന് പരിഗണിച്ചാലോ? അതെ അതെ, ആളെ കണ്ടിട്ട് നല്ല ബുദ്ധിയുള്ളവനാണെന്ന് തോന്നുന്നു. ഇവൻ നിനക്ക് ഒരു പരാതിക്കും ഇടവരുത്തുമെന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ, തീർച്ചയായും. മാസം 20,000 മുതൽ 25,000 വരെ ശമ്പളം ഞാൻ തരാം. അഭിമന്യു ഭായ്, നാളെ മുതല് എന്റെ കമ്പനിയിൽ ജോലിക്ക് വരുന്നോ? അഭിമന്യു വിചാരിച്ചിരുന്നെങ്കിൽ ഇവർ 3 പേരെയും മാർക്കറ്റിൽ നിന്ന് ഒരു കെട്ട് മല്ലിയില വാങ്ങുന്ന ലാഘവത്തോടെ വാങ്ങാൻ പോലും അവന് കഴിയുമായിരുന്നു. മിസ്റ്റർ പ്രകാശ് രാജ്, നിങ്ങളുടെ ഓഫറിന് ഒരുപാട് നന്ദി. എന്നെക്കുറിച്ച് ചിന്തിച്ചതിന് തന്നെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് ആഭരണങ്ങളെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അതുകൊണ്ട് സോറി. അതേസമയം കാവ്യയുടെ പണക്കാരനായ സുഹൃത്തുക്കളുടെ അർത്ഥമില്ലാത്ത സംസാരങ്ങൾ കേട്ട് പല്ലവിക്കും അടുത്തിരുന്നു.